മറയൂർ വനമേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് വനമേഖലയായ കവക്കുടി ഒറ്റപ്പെട്ട നിലയിൽ. മറയൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ്, കൊല്ലംപാറ എന്നീ സ്ഥലങ്ങളെല്ലാം ഒറ്റപ്പെട്ട നിലയിലാണ്. മാശുവയലിൽ വീടുകളിൽ വെള്ളം കയറി. മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. മറയൂരിൽ ആദ്യമായി പല വീടുകളിലും വെള്ളം കയറി. കനാലിൽ ഇത്രയും ദിവസം ഇല്ലായിരുന്നു. ഇത് മഴ പെയ്ത് വെള്ളം വരുമ്പോഴാണ് ഈ കനാല് പൊക്കമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം ആ സമയത്ത് വെള്ളം പോകും. ഇപ്പൊ ഇന്നാണ് കൂടുതൽ ഈ 3 ദിവസമായിട്ട്. ഇന്നലെ ഉണ്ടായിരുന്നു ഇതുപോലെ. അപ്പൊ ഞാൻ സിമെന്റ് കട്ട ഉണ്ടെങ്കിൽ ഞാൻ താൽക്കാലികം വെച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ വരാതിരുന്നു വെള്ളം. അപ്പൊ അവർ കൊണ്ട് ക്ലോസ് ചെയ്ത് ആ അപ്പുറത്ത് പോകുന്ന കനാല് ഓരപ്പിള കനാലാണ് അത് ക്ലോസ് ചെയ്ത് ഒരു ഇരുമ്പ് തകരങ്ങളെ കൊണ്ടൊന്ന് ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. അത് എടുക്കാനായിട്ട് പറയുമ്പോൾ അവര് സമ്മതിക്കുന്നില്ല എടുക്കാൻ. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ വഴക്കുണ്ടാവും. അതുകൊണ്ട് പോലീസിനെ പറഞ്ഞു ചെന്ന് അവരും വന്ന് സാറുമാരും ഒന്ന് കണ്ടിട്ട് ഒരു തീരുമാനം ഇല്ലാതിരിക്കുകയാണ് എപ്പോഴും. അപ്പൊ സാറുമാർ പോയിട്ടുണ്ട്. ഇനി എന്താ കാണിക്കണം എന്നറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇറിഗേഷൻ്റെ സാറുമാരും വന്നിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാം വന്ന് നോക്കുന്നുണ്ട്. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ ന്യായമായിട്ട് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷനിലിരിക്കുകയാണ്. എൻ്റെ വീട് ഇപ്പോൾ ഈ വെള്ളം കയറി ഇങ്ങനെ പോകുന്നത്, വീട് ചിലപ്പോൾ ഇരുന്ന് പോകാൻ സാധ്യതയുണ്ട്. ആ മൂലയിൽ വെള്ളം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4 ദിവസത്തേക്ക് മഴ പിടിച്ചു കഴിഞ്ഞാൽ വീട് ചിലപ്പം ഇരുന്ന് ആ ഫൗണ്ടേഷൻ ഇരിക്കാൻ സാധ്യതയുണ്ട്. മണ്ണെങ്കിലും കുറച്ച് വലിച്ചു പോയാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വന്ന് വെട്ടിയെങ്കിലും ഇടാം. പക്ഷേ ഈ വീട് ഇരുന്ന് പോയാൽ ഫൗണ്ടേഷൻ താഴ്ന്നു പോവുള്ളൂ. അപ്പോൾ വെള്ളം കെട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് രാത്രിയാകുമ്പോൾ ഈ ഇവിടെ ചപ്പും ചോറും വന്ന് അത് പോകാൻ വഴിയില്ല. ചപ്പും ചോറും ഇവിടെ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ട വേസ്റ്റുകളെല്ലാം ഇതിലേ വരുന്നുണ്ട്. അതെല്ലാം ഇങ്ങോട്ട് മീറ്ററിൽ കയറുകയുള്ളൂ. ഇവിടെ അടഞ്ഞാൽ വെള്ളം കണ്ട് ഇതിലേ കൂടി ഈ റോഡിൽ കൂടി പോയിട്ട് വീണ്ടും ഇതിലേ കൂടി വെള്ളം വരും. ഇപ്പോൾ രാത്രി നടക്കാൻ പോകുന്ന സംഭവമാണ്. രാത്രിയിൽ ഇനി മഴയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇതിലും വെള്ളം കൂടുതൽ വരും. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതിനാണ് സാറുമാരെ വിളിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കാനാണ് വിളിച്ച് ഇപ്പോൾ അവർ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ തീരുമാനത്തിന് വേണ്ടി നോക്കിയിരിക്കുക. പല കനാലുകളും നിറഞ്ഞു കവിയുന്നു. കവക്കുടിയിലെ പ്രദേശവാസികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവർക്ക് മറയൂരിലോട്ട് പോകാൻ ഒരു പാലം പോലുമില്ല. 1 വർഷമായി പാലം പണി തുടങ്ങിയിട്ട്. പാതി വഴിയിൽ പ്രവർത്തനം മുട്ടിക്കിടക്കുന്നത് ഗർഭിണികളും സ്കൂൾ കുട്ടികളും വയസ്സായവരും തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ്. സംസ്ഥാന ഗവൺമെന്റ് ഗോത്ര സാരഥി പദ്ധതി പ്രകാരം വാഹനങ്ങൾ അയച്ചു എത്തിക്കുന്ന വഴിയാണ് ഈ ആറ്റിൽ വെള്ളം കയറിയത്. വെള്ളം കയറിയതോടുകൂടി പഠിത്തം ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.